ഓസ്ട്രേലിയയിൽ ശ്വാസകോശ ചികിത്സാ മരുന്നുകൾക്ക് ക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ട്. ആസ്മ, RSV, ശ്വാസകോശ അണുബാധകൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾക്കാണ് പ്രധാനമായും ക്ഷാമം നേരിടുന്നത്. ഈ പ്രതിസന്ധി ഒരു വർഷത്തിലധികം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. തീവ്രമായ ശ്വാസതടസ്സം നേരിടുമ്പോൾ നെബുലൈസറിലൂടെ നൽകുന്ന വെന്റോളിൻ നെബ്യൂൾസ് എന്ന മരുന്ന് ആവശ്യത്തിന് വിപണിയിൽ ലഭ്യമാകാത്ത അവസ്ഥയാണുള്ളത്. രോഗികളുടെ എണ്ണത്തിലുണ്ടായ അപ്രതീക്ഷിത വർധനമാണ് ഈ വിതരണ പ്രതിസന്ധിക്ക് കാരണം. ഈ മരുന്നുക്ഷാമം 2028 വരെ തുടർന്നേക്കാമെന്ന് തെറപ്യൂട്ടിക് ഗുഡ്സ് അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കുന്നു. ഈ ശൈത്യകാലത്ത് മാത്രം രാജ്യത്ത് 93,000-ലധികം RSV കേസുകളും 56,000 ഇൻഫ്ലുവൻസ കേസുകളും 54,000-ലധികം COVID-19 കേസുകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ പ്രിസ്ക്രിപ്ഷനുമായി എത്തുന്ന രോഗികൾക്ക് മരുന്ന് നൽകാനാകാതെ ബുദ്ധിമുട്ടുകയാണ് ഫാർമസികൾ. നെബുലൈസർ മരുന്നുകളുടെ ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന പഫറും സ്പേസറും ഇതിനു പകരമായി ഉപയോഗിക്കാമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. RSV ബാധിക്കുന്ന ഭൂരിഭാഗം ചെറിയ കുട്ടികൾക്കും വെന്റോളിൻ പോലെയുള്ള ആസ്മ മരുന്നുകൾ ഫലപ്രദമാകാറില്ലെന്ന് ശിശുരോഗ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ ഈ മരുന്നുക്ഷാമം കുട്ടികളുടെ ചികിത്സയെ കാര്യമായി ബാധിക്കില്ലെന്ന് അവർ വ്യക്തമാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും സംശയ നിവാരണത്തിനുമായി ആസ്മ ഓസ്ട്രേലിയയുടെ 1800 ആസ്മ എന്ന സൗജന്യ ഹെൽപ്പ് ലൈൻ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. പെനീന മാത്യു, 24 ഓസ്ട്രേലിയ.